ഇന്ന് ഞാൻ ശർക്കര കൊണ്ട് നഖം ചുമപ്പിക്കണ എങ്ങനെയാണെന്നാണ് പറയണത്. അപ്പോൾ ടിന്നിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എളുപ്പത്തിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ശർക്കര എടുത്തിട്ടുണ്ട്. 2 കട്ട് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനും ആവശ്യം വരില്ല. പിന്നെ ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഒരു ടിന്ന്, പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം വേണം. പിന്നെ ഒരു ചെറിയ ഗ്ലാസ്സോ പാത്രമോ വേണം സ്റ്റീലിൻ്റെ. ഈ ടിന്ന് നിങ്ങൾക്ക് വലിയ ടിന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ സെർലാക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഈ ശർക്കര ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കുക. കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കണം. ആ കല്ലിലിട്ടിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ ചായപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുഴുവൻ ശർക്കരയും ഞാനിവിടെ എടുത്തിട്ടില്ല, ആവശ്യത്തിന് എടുത്താൽ. ഇത് ചെറിയ ടിന്നായതുകൊണ്ട് ഫുള്ള് ഇടാൻ പറ്റില്ല, അതുകൊണ്ടാണ് മുഴുവൻ എടുക്കാത്തത്. വലിയ ടിന്നൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ശർക്കര ചേർക്കാം. ഇപ്പോൾ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ചായപ്പൊടിയും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സായി കിട്ടണം നമുക്ക്. അതിന് ശേഷം നമുക്ക് ഈ ടിന്നിൽ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. ഉള്ളിൽ ഇടുമ്പോൾ ആ സൈഡിലായിട്ട് റൗണ്ടിൽ ഇട്ട് കൊടുക്കുക. സെൻറ്ററിൽ നമുക്ക് ഗ്ലാസ് വെക്കാനുള്ളതാണ്. ആ ഭാഗത്ത് ഇടാൻ പാടില്ല, ബാക്കിയുള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ എടുത്തു വെച്ച സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ കപ്പോ എന്തുട്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. ചെറിയ പാത്രമായാലും കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണ പാകത്തിനുള്ളൊരു പാത്രം മതി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെള്ളം വെക്കണം. ഒരു പാത്രത്തിൽ വെള്ളം വെക്കണം. വെള്ളം വെക്കുമ്പോൾ കുറച്ചധികം വെള്ളം ആ പാത്രത്തിൽ വെക്കുക. എന്നിട്ട് ഇത് ശരിക്കും ഈ ടിന്ന് കവർ ചെയ്തിരിക്കണം. എന്നിട്ട് ചെറിയ തീയിൽ വെക്കുക. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയും ചായപ്പൊടിയൊക്കെ വേഗം കരിയും, നമുക്ക് വെള്ളം കിട്ടില്ല. ഇതിൻ്റെ വെള്ളം ഇറ്റിയിട്ടാണ് നമുക്ക് ഉള്ളിലത്തെ ഗ്ലാസ്സിൽ വെള്ളം വീഴണത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം, നന്നായിട്ട് അടഞ്ഞിരിക്കുന്ന പാത്രം വേണം. ആവി പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ദേ എനിക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് കുറച്ച് നേരം വെച്ചപ്പോൾ. ഇനി നമുക്ക് വേണ്ടത്, ഇത് കുറച്ച് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടിയോ അല്ലെങ്കിൽ മൈലാഞ്ചിപ്പൊടിയോ എന്തിട്ടാണ് നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് പൊടിയായാലും കുഴപ്പമില്ല, മൈദപ്പൊടി ആയാലും കുഴപ്പമില്ല. നമുക്ക് നഖത്തുമ്മൽ ഇട്ടാൽ ഒലിച്ച് പോവരുത്, അത്രയും പാകത്തിനുള്ള ഒരു കട്ടിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മൈലാഞ്ചിപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ മൈലാഞ്ചിപ്പൊടി ചേർത്തുന്നുള്ളൂ. നിങ്ങളെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ആയാലും മതി, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് അവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അത് നഖത്തുമ്മ ഇടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ ടിന്ന് നന്നായിട്ട് അടഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ. ആവി പുറത്തോട്ട് കുറച്ചെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ ആവി പോകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു തുണി കൊണ്ടോ എന്തുണ്ടെങ്കിലും ഒന്ന് ചുറ്റി വെച്ചാൽ മതി ആ ടിന്ന്. ഇപ്പോൾ ഞാനിതിവിടെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടർത്തിയിട്ടുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അടർത്തിയാണ്. നമ്മളിത് അടർത്തി കളയുമ്പോൾ തന്നെ നന്നായിട്ട് കറുപ്പ് കളറ് ചോക്കൊന്നുമില്ല കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോൾ നന്നായിട്ട് ചോന്ന് വരുള്ളൂ. നമ്മൾ കളയുമ്പോൾ തന്നെ ഒരു മഞ്ഞ കളറ് അല്ലെങ്കിൽ ഓറഞ്ച് കളറായിട്ടേ കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു ഓറഞ്ച് കളറായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് ചോന്ന് കിട്ടും, നല്ല ഡാർക്ക് കളറാവും. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്. ഇത്രയും കളറായിട്ടുണ്ട്. ഞാൻ വേഗം കളഞ്ഞുകൊണ്ടാണ്. കുറച്ച് നേരം കൂടെ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിലും ഡാർക്കായിട്ട് കിട്ടിയാനേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.